നമസ്കാരം. ഞാൻ ഡോക്ടർ രമേഷ് ബാസി, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ റുമറ്റോളജി വിഭാഗം തലവനാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോക ആർത്രൈറ്റിസ് ദിനത്തെക്കുറിച്ചാണ്. എല്ലാ വർഷവും ഒക്ടോബർ 12 വേൾഡ് ആർത്രൈറ്റിസ് ഡേ അല്ലെങ്കിൽ ലോക ആർത്രൈറ്റിസ് ദിനമായി ആചരിക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ദിനാചരണം എന്നുദ്ദേശിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ തരം സന്ധിവാത രോഗങ്ങളെക്കുറിച്ച് രോഗികളെയും അവരെ പരിചരിക്കുന്നവരെയും പൊതുജനങ്ങളെയും ബോധവാന്മാരാക്കുക എന്നാണ് പ്രധാന ഉദ്ദേശം. ഈ വർഷത്തെ ദിനാചരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തുടക്കത്തിലുള്ള രോഗനിർണയത്തിനാണ്. പല സന്ധിവാത രോഗങ്ങളും രോഗം നിർണ്ണയിക്കപ്പെടാൻ പലപ്പോഴും വൈകിപ്പോവാറുണ്ട്. ഇത് സന്ധികളിൽ വൈകല്യം ഉണ്ടാക്കുന്നതിനും മറ്റു പല സങ്കീർണതകൾക്കും കാരണമാക്കുന്നുണ്ട്. അതുകൊണ്ട് തുടക്കത്തിലുള്ള രോഗനിർണയമാണ് ഈ ദിനാചരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ജോയിൻറ്റിനുണ്ടാകുന്ന അല്ലെങ്കിൽ സന്ധികളിലുണ്ടാകുന്ന നീർക്കെട്ടിനാണ് ആർത്രൈറ്റിസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സന്ധിവാത രോഗങ്ങളുടെ ഒരു ലക്ഷണം മാത്രമാണ് ആർത്രൈറ്റിസ്. റുമറ്റോളജി എന്ന ആധുനിക വൈദ്യശാസ്ത്ര വിഭാഗം റുമാറ്റിക് ഡിസീസസ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഏതാണ്ട് 200-ലധികം വിവിധ സന്ധിവാത രോഗങ്ങളുടെ രോഗനിർണയവും ചികിത്സയുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ്, ഗൗട്ട്, സ്പോണ്ടൈലോആർത്രപ്പതി, വാസ്കുലൈറ്റിസ് മുതലായ ചില ഉദാഹരണങ്ങൾ മാത്രം. ആർത്രൈറ്റിസ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് പ്രായമായവരെ മാത്രം ബാധിക്കുന്ന ഒന്നാണ്. അല്ല, സന്ധിവാത രോഗങ്ങൾ 6 മാസം പ്രായമുള്ള കുട്ടികളെ പോലും ബാധിക്കാറുണ്ട്. ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ്, കവാസാക്കി ഡിസീസ്, റുമാറ്റിക് ഫീവർ എന്നീ വാതരോഗങ്ങൾ കുട്ടികളെ മാത്രം പ്രത്യേകമായി ബാധിക്കുന്ന വാതരോഗങ്ങളാണ്. സന്ധിവാത രോഗങ്ങളുടെ പൊതുവായ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. സന്ധികൾക്കുണ്ടാകുന്ന വേദന, വീക്കം, സന്ധികളിലുമുള്ള ചുവപ്പ്, തൊലിപ്പുറത്തുണ്ടാകുന്ന പാടുകൾ, ഇടവിട്ടുള്ള പനി, ക്ഷീണം മുതലായവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇങ്ങനെയൊരു ലക്ഷണങ്ങൾ ഉണ്ടായാൽ നിങ്ങളുടെ വിദഗ്ധ ചികിത്സ തരേണ്ടത് അത്യാവശ്യമാണ്. കാരണം തുടക്കത്തിലുള്ള രോഗനിർണയം ചികിത്സയുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു ഫലം കിട്ടുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം തുടക്കത്തിലുള്ള രോഗനിർണയവും ചികിത്സയുമാണ്. ഇന്ന് ഈ ലോക ആർത്രൈറ്റിസ് ദിനത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒരു 10 മിനിറ്റെങ്കിലും എന്താണ് വാതരോഗങ്ങൾ, സന്ധിവാത രോഗങ്ങൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ചിലവാക്കുക. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ഏതെങ്കിലും ഒരു സന്ധിവാത രോഗി ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊന്ന് മനസ്സിലാക്കാനും അവരുടെ ഒരു ദിവസം അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു സഹായം ചെയ്തു കൊടുക്കാനുമാണെങ്കിൽ ഈ ദിനാചരണം സാർത്ഥകമായി. ഇന്നത്തെ മെസ്സേജ്, ഡോണ്ട് ഡിലേ, കണക്ട് ടുഡേ. അതായത് ഇനിയും വൈകിക്കണ്ട, നമുക്ക് തുടക്കത്തിലുള്ള രോഗനിർണയവും ചികിത്സയും കൊണ്ട് ഈ സന്ധിവാത രോഗത്തെ കീഴടക്കാം. സന്ധിവാത രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ കഴിയുന്ന വിധത്തിലുള്ള ഉത്തരം നൽകുന്നതാണ്. താങ്ക് യു.